എടാ പിന്നെ വിനായക നീ പഠിച്ചോളാം, കെമിസ്ട്രിയുടെ പരീക്ഷയില്ലേ? നീ ഇത്ര പേടിക്കുന്നതിനകത്തിനാ നമ്മൾ പരീക്ഷ പൊളിക്കും. ഇതിനാ നീ ഓക്കെ അല്ലടാ? ഞാൻ ഓക്കെയാ. നമുക്ക് റിലാക്സ് ചെയ്താലോ, ക്രിക്കറ്റ് കളിക്കാം. അതാ പഠിത്തത്തിൽ പഠിക്കാനൊന്നും പറ്റില്ല. കുഴപ്പമൊന്നുമില്ലടാ, ഇച്ചിരി തരാൻ ഞാൻ പോയിട്ട് പറഞ്ഞില്ലേ, ഞാൻ പോയിട്ട് വരാം. ഒരു കുഴപ്പമില്ല. ഞാനും ശ്രദ്ധിച്ചു. ഒരു കാര്യം ചെയ്യാം, സാറിനോട് പറയാം. ഇത് വിനായകന്റെ അച്ഛൻ. വിളിപ്പിച്ചെന്നു വെച്ചാൽ വിനായകന്റെ അടുത്തിടെയുള്ള പെരുമാറ്റത്തിൽ ഞങ്ങൾക്ക് കുറച്ച് പന്തികേടൊക്കെ ഫ്രണ്ട്സ് അങ്ങനെ കംപ്ലൈന്റ് വന്നിട്ടുണ്ട്. അവന് വേണ്ടാത്ത ബന്ധത്തിലൊക്കെ ഉണ്ടോ, ഏർപ്പെട്ടിട്ടുണ്ടോ എന്ന് ഞങ്ങൾക്ക് സംശയം. വീട്ടിലെങ്ങനെയാണ്? വീട്ടിലിങ്ങനെയൊക്കെ അവന്റെ റൂം കഴിഞ്ഞ ദിവസം ഇത് സെർച്ച് ചെയ്തപ്പോൾ കുറച്ച് വസ്തുക്കളൊക്കെ കിട്ടി. പിന്നെ വീട്ടിൽ ഇരിക്കുന്ന പരിപാടിയൊന്നും ഇല്ല, പിന്നെ കളിക്കാനൊക്കെ പോകും. വരച്ചാൽ അവനെങ്ങനെയും രക്ഷിക്കണം സാർ. കൈവിടും. നമുക്ക് എങ്ങനെയും രക്ഷിക്കണം സാർ. നിങ്ങൾ പേടിക്കണ്ട, നമുക്ക് അവനെ സഹായിക്കാം. ഞാൻ ലഹരി വിമോചന കേന്ദ്രത്തിൽ നിന്ന് ഡോക്ടറെ വിളിക്കാം. പിന്നെ നിനക്കൊരു തെറ്റ് പറ്റി, നമുക്കത് തിരുത്തണ്ടേ? നിന്റെ കുടുംബത്തെയും നിന്റെ കൂട്ടുകാരെയും നിനക്ക് തിരിച്ചു വേണ്ടേ? വേണം ഡോക്ടർ, എനിക്കൊരു തെറ്റ് പറ്റിപ്പോയി. എനിക്ക് അതിൽ നിന്ന് രക്ഷപ്പെടണം. മോനെ വിനായക, ഞാനൊക്കെ നിന്റെ കൂട്ടത്തിലുണ്ട്. വിനായക ഞങ്ങളെല്ലാം നിന്റെ കൂടെ ഉണ്ട്. നീ ഇതിൽ നിന്ന് പുറത്താണ്. നമ്മളെപ്പോഴും ഒന്നിച്ചായിരിക്കും. നിന്റെ പഴയ സന്തോഷം നമുക്ക് തിരിച്ചു പിടിക്കും. ജൂൺ 26 ലഹരി വിരുദ്ധ ദിനമാണ്. ഈ ദിനത്തിൽ നമുക്ക് ഓരോരുത്തർക്കും പ്രതിജ്ഞയെടുക്കാം. ലഹരി വിരുദ്ധ സമൂഹത്തിനായി നമുക്ക് ഓരോരുത്തർക്കും കൈകോർക്കാം. കേരളം ആരോഗ്യപരമായ സമൂഹം.